ഹൈ ഡീസ്, ഇതാണ് ക്രിയേറ്റീവ് സീൽസ്. ഒരു ചെറിയ ഷോപ്പാണ് നമ്മുടെ ബിഷപ്പ് ജെറോ നഗർ കൊല്ലം. അതിനകത്ത് ചെറുതാണ്, ഭയങ്കര ഇതൊന്നുമല്ല, ചെറുതാണ്. അപ്പോൾ കുട്ടികളെ, ഞാനൊരു ചുരിദാർ ടോപ്പ് ഞാൻ ഇതെടുക്കാനായിട്ടൊന്നും പോയതല്ല, ചുമ്മാതെ ഞാൻ ഒന്ന് പോയതാണ്. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് ഞാൻ ഫ്രണ്ട്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പം ഞാനൊരു കട്ട്ലറ്റൊക്കെ കഴിച്ച് ഒരു സ്വർണ്ണക്കടയിലൊക്കെ ഒന്ന് കയറി. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉടുപ്പ് കിടക്കുന്നു. അപ്പം ഇത് പ്യുവർ കോട്ടൺ ആണ് ഗായ്സ്, എനിക്കതാണ് ഇഷ്ടം. പക്ഷെ ലൈനിങ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചു. ബില്ലുണ്ട്, 560 രൂപയേ ഉള്ളൂ. 225 അടിച്ചു വെച്ചേക്കുന്നത്, അതെന്ന് തോന്നുന്നു. 225 ഷോള്, ഉടുപ്പിന് 560 രൂപയുള്ളൂ. ഞാൻ അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞാലേ, ഞാൻ 1000-ൻ്റെയും 2000-ൻ്റെയൊക്കെ ഉടുപ്പ് മേടിക്കുമായിരുന്നു. ഇവിടെ ഒരു ഡാഡിയുണ്ട്, അടിച്ച് കീറി എൻ്റെ 1350 രൂപയുടെ ഉടുപ്പ് കിട്ടുകൊണ്ട് ഇന്നലെ ഞാൻ വെളിയിലിറങ്ങി ബസ്സിൽ കയറി ഞാൻ മരിച്ചില്ലെന്നേ ഉള്ളൂ. കാരണം ഡാഡി അത് വലിച്ചു പിടിച്ച് തേച്ചിരുന്നു. വലിച്ചു പിടിച്ച് തേച്ചിട്ട് എൻ്റെ പൊന്നു കൂട്ടുകാരെ, നല്ല സുഖമാണിത്, നല്ല കോട്ടനാണ്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, അത് നശിപ്പിച്ച് ഡാഡി വലിച്ചു പിടിച്ച് തേച്ച് നശിപ്പിച്ച് 1350 രൂപയ്ക്ക് ഞാൻ അതിൻ്റെ കൂടെ ഒരു 900 രൂപയും കൂടി ഇട്ടിരുന്നെങ്കിൽ എനിക്ക് 50 കിലോയുടെ ഒരു ചാക്ക് അരിയെടുത്ത് നിവർത്തിയില്ലാത്തവർക്ക് ദാനം കൊടുക്കാമായിരുന്നു എനിക്ക്. ബട്ട് ഇതാണ് 225 രൂപയുടെ ഷോള്. വേണ്ട, ബ്ലാക്കേ ഉള്ളായിരുന്നു അവിടെ. ഇതും 1000 രൂപയുടെ ഉണ്ട് ഷോള്, 1000-2000 രൂപയുടെയൊക്കെ ഷോളുണ്ട്. അതില്ല പട്ട് സാരി അങ്ങനെയൊക്കെയുള്ള സാരികളില്ലേ, ഒരു പ്രത്യേകം ഉള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട സാരികളുണ്ട്, അതിൻ്റെയൊക്കെ ടൈപ്പാണത്. പിന്നീട് ഞാൻ എന്ത് ചെയ്ത്, വേറൊരു ജ്വല്ലറിയിലോട്ട് വന്നു. ജ്വല്ലറി മീൻസ് അതിൻ്റെ ചുങ്കത്ത് ജ്വല്ലറിയിൽ നിന്നൊരു ചേട്ടൻ വേറൊരു ജ്വല്ലറി സ്വന്തമായിട്ട് തുടങ്ങി, ഒരു ചെറിയ ജ്വല്ലറി. അവിടെ ഞാനൊരു കൊലുസ് മേടിക്കാനായിട്ട് കയറിയതാണ്. എൻ്റെ സ്വർണ്ണക്കൊലുസ് മാറ്റിയിട്ട് 5 പവൻ്റെ സ്വർണ്ണക്കൊലുസ് ഇനി ഇട്ടുകൊണ്ട് നടന്നൂടെ വയസ്സുകാലത്ത്. അത് കാരണം ഞാനത് കൊടുത്തിട്ട് 1.5 പവൻ്റെ കൊലുസ് മേടിക്കാൻ കയറിയതാണ്. അവിടെ ആകുമ്പോൾ എനിക്ക് നഷ്ടമില്ലാതെ തരും, വേറൊരിടത്ത് നഷ്ടമുണ്ടെന്നല്ല പറഞ്ഞേ. അങ്ങനെ ഞാൻ അവിടെ കയറിയപ്പം ഞാനൊരു തോർത്ത്, അതിൻ്റെ തൊട്ടടുത്തൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അപ്പോൾ ഈ ചേട്ടൻ കാപ്പി കുടിക്കാൻ പോയായിരുന്നു. അത് കാരണം ഞാൻ അവിടെ നിന്നൊരു തോർത്ത് കഴിച്ച്, ഈ ബ്ലാക്ക് തോർത്ത് നോക്കി കിടന്നതാണ്. തേടിയ വള്ളിക്കാലിൽ ചുറ്റിയത് പോലെ വന്ന് കണ്ടു, അങ്ങനെ അത് കിട്ടി. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. നീല ഒരെണ്ണം, അതിൻ്റെ കിന്തിരി കണ്ടോ, അതിൻ്റെ സ്ട്രിപ്പും എല്ലാം നല്ലതാണ്. നല്ല പ്യുവർ കോട്ടൻ്റെതാണ്, നല്ല സൂപ്പർ സാധനം. ഇത് തിരക്കി നടന്ന് ഈ കളറെണ്ണം തിരക്കി നടന്ന് കുഴഞ്ഞതായിരുന്നു. സൂപ്പർ സ്റ്റഫാണ് അത്. നല്ല ഇതണ്ട, ഇളവിയൊന്നും പോവില്ല, നമ്മൾ എത്ര കാലം വേണേലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ വിലയും, ഇതിന് അടിപൊളി സ്റ്റഫിന് ഇത്രയും വില, കോട്ടനാണിത്, കോട്ടൺ. ഇവിടെ ഇരിക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉള്ളത് നല്ലത്. ഇതിന് പക്ഷേങ്കിൽ ഞാൻ താരതമ്യേന ഞാൻ മേടിക്കുമ്പോൾ 500 രൂപ 600 രൂപയൊക്കെ ആവും. ഇത് പക്ഷേ 204-നാണ് എനിക്ക് തന്നത്. സൂപ്പർ സ്റ്റഫ്, നല്ല ഇതുണ്ട്. എത്ര കാലം, എന്താ ചുരുണ്ടെന്നും പോകത്തൊന്നുമില്ല. അത് വയലറ്റ്
വയലറ്റല്ല, നീല, ഡാർക്ക് നീല. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ. പിന്നെ കൊലുസ് ഞാൻ കൊണ്ടുവന്ന് കാലയിലിട്ട്, ഇനിയിപ്പോൾ കാല് കാണിച്ചു തരാം. ഇത് തന്നെയാണ് സംഭവം. 5 പവൻ ഇട്ടുകൊണ്ട് നടന്ന് ഞാൻ കുറേ നാളെടുത്ത് ലോക്കറിൽ കൊണ്ടുവച്ചിരുന്നു. പിന്നീട് ഞാനിതിപ്പോൾ 1.5 പവനാക്കിയതാണ് ഗൈസ്. അയ്യോ 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 അയ്യോ, 1.5 പവനൊക്കെ മതി. പിന്നെ എൻ്റെ ഒരു ബ്രേസ്ലെറ്റ് മേടിച്ചു. സൂപ്പർ ബ്രേസ്ലെറ്റാണ്. അവിടെ കൈ കുത്തിക്കേറ്റിരിക്കുക, വെള്ളിയുടെ കൂടെ കണ്ടോ, കിടിലോസ്കി ബ്രേസ്ലെറ്റ്. ഈ വലത്തെ കൈയാനെ കൊണ്ട് എനിക്കിത് കാണിക്കാൻ വാക്കില്ല, ചുമ്മാ ഇരുന്ന്. കണ്ടോ, അടിപൊളിയാണ്. വെള്ളിയുടെ കൂടെ ഇട്ടേക്കുക, കണ്ടോ, അടിപൊളി സംഭവം. ഇത് 1.25 പവനുണ്ട്. അപ്പോൾ ഗൈസ്, അതൊക്കെയായിരുന്നു എൻ്റെ പർച്ചേസും ഒക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ. നിങ്ങളുമൊക്കെ വല്ലപ്പോഴും പോകും. അങ്ങനെ ഞാൻ പോയിട്ട് എൻ്റെ സംഭവങ്ങളൊക്കെ മേടിച്ചു, ആവശ്യമുള്ളത്. ഇത് മെലൈസോ അങ്ങനെയുള്ള. പിന്നെ ഞാൻ മേടിക്കുന്നതൊക്കെ കൂടിയതായിരുന്നു, പക്ഷെ ഇപ്പം വേണ്ടെന്ന് വെച്ചു, വയസ്സായില്ലേ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയുള്ള വിശേഷം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഇതിപ്പോൾ മേടിച്ചത് 3-4 എണ്ണവും ഈ കളറായിപ്പോയി ഗൈസ്. അപ്പോൾ കൊല്ലത്താരയിലൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് മേടിക്കൂ. എനിക്ക് പരസ്യമൊന്നും കൊടുക്കുകയല്ലേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏത് വിലക്കുള്ളതും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. അവിടെ സ്റ്റിച്ചിങ്ങും ഉണ്ട്, സ്റ്റിച്ചിങ് തയ്ക്കും. നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മളങ്ങ് നിന്ന് കൊടുത്തത്. അവിടെ ഒരുപാട് പെങ്കൊച്ചിങ്ങൾ വന്ന് നിന്ന് എന്തെല്ലാം മോഡലില്ലേ. അവർ നിറച്ച് പെൺപിള്ളേരായിരുന്നു തയ്പ്പിക്കാൻ വന്നവർ. അവിടെ നിന്ന് തുണി എടുക്കുക, ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട അളവിൽ ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കും. ഓക്കെ ഗായ്സ്, ഇത്രയൊക്കെയുള്ള വിശേഷം.